ഹായ് സ്നേഹിതരെ, ഞാൻ റോബിൻ. പല കഥകളും പറഞ്ഞ് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ചില കഥകൾ നമ്മളെ നിശ്ചലമാക്കും. നമ്മൾ കേൾക്കാൻ പോലും കരുതാത്ത കഥകൾ. ഇത് അത്തരത്തിലൊരു കഥയാണ്. അഹമ്മദാബാദിലെ ഒരു ഡോക്ടറായിരുന്നു പ്രദീപ് ജോഷി. നല്ലൊരു ഭാവി സ്വപ്നം കണ്ട അദ്ദേഹം തന്റെ ഭാര്യയെയും കുട്ടികളെയും വിട്ട് 5 വർഷം മുൻപാണ് ലണ്ടനിൽ ജോലി കിട്ടിപ്പോയത്. ഭാര്യയായ ഡോക്ടർ കോമി വ്യാസും 3 കുട്ടികളും നാട്ടിലായിരുന്നു. 5 വർഷത്തെ കഷ്ടപ്പാടിൽ അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യമായിരുന്നു കുടുംബത്തോടൊപ്പമുള്ള ലണ്ടനിലെ ജീവിതം. ഭാര്യയ്ക്കും മക്കൾക്കും വിസയും ടിക്കറ്റും ഒക്കെ ശരിയായി. ഭാര്യ ജോലി രാജിവെച്ചു. വീട്ടിലെ പെട്ടികൾ പാക്ക് ചെയ്തു. സുഹൃത്തുക്കൾക്ക് യാത്ര പറഞ്ഞു. പുതിയ ജീവിതം തുടങ്ങാൻ തയ്യാറായി. അവരുടെ യാത്ര അഹമ്മദാബാദിൽ നിന്നാണ് ആരംഭിച്ചത്. ലക്ഷ്യസ്ഥാനം ലണ്ടൻ. എയർ ഇന്ത്യ ഫ്ലൈറ്റ് AI-171 വൺ-വേ ടിക്കറ്റ്. ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാനായുള്ള യാത്ര. ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപായി എടുത്ത ഒരു സെൽഫി. ചിരിച്ച മുഖങ്ങൾ, ഹൃദയം നിറഞ്ഞ സന്തോഷം. 3 കുട്ടികളും സന്തോഷത്തിലായിരുന്നു. പക്ഷേ ആ യാത്ര മുന്നോട്ട് പോയില്ല. 5 വർഷം നീണ്ട കാത്തിരിപ്പ്, ഒരു കുടുംബം ഒത്തുചേരാനുള്ള മോഹം, എല്ലാം ഒരു നിമിഷത്തിൽ ഇല്ലാതായി. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യണേ. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും കൂടുതൽ കഥകൾ പറയുവാൻ എനിക്കൊരു പ്രചോദനമാണ്. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ഇന്ത്യയിൽ സംഭവിച്ച ചില വിമാന ദുരന്തങ്ങളുടെ കഥയാണ് ചുരുക്കത്തിൽ ഞാനിവിടെ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണേ. ജൂൺ 11 അഹമ്മദാബാദിലെ ആ ചുട്ടുപൊള്ളുന്ന ഒരു ഉച്ചവെയിൽ കഴിഞ്ഞപ്പോൾ ആകാശത്ത് ഉയർന്ന ഒരു വിമാനം. പക്ഷേ ആ യാത്ര പിന്നെ ഒരിക്കലും അവർക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞില്ല. ഇന്ത്യൻ വിമാനം എയർ ഇന്ത്യ ഫ്ലൈറ്റ് AI-171. സ്വർഗം ആകേണ്ടിയിരുന്ന ആ യാത്ര നരകമായി മാറിയത് എങ്ങനെ? എന്ത് സംഭവിച്ചു? ജൂൺ 11 ഉച്ചയ്ക്ക് 1:38 അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നാണ് ഈ വിമാനത്തിലെ പറക്കൽ ആരംഭിച്ചത്. ലണ്ടൻ ഗാറ്റ്വിക് വിമാനത്താവളത്തിലേക്കായിരുന്നു ലക്ഷ്യം. 229 യാത്രക്കാരും 12 ക്രൂ അംഗങ്ങളും ചേർന്ന് ആ വിമാനം ആകാശത്തേക്ക് ഉയർന്നു. പലർക്കും ഒരു സാധാരണ യാത്രയായിരുന്നു അത്. പലർക്കും അവരുടെ ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങൾ നിറവേറ്റാനുള്ള ഒരു യാത്ര. പക്ഷേ പറന്നുയരുന്നതിന് വെറും 30 സെക്കൻഡുകൾക്കുള്ളിൽ അപ്രതീക്ഷിതമായി 1, 2, 3 ശക്തമായ ശബ്ദങ്ങൾ. പൈലറ്റ് കൺട്രോൾ റൂമിലെത്തിച്ച സന്ദേശം: മെയ്ഡേ, എഞ്ചിൻ ഫെയിലിയർ. ഇത് കേട്ട് നിമിഷങ്ങൾക്കകം അഹമ്മദാബാദ് നഗരത്തിലെ ഒരു വിദ്യാർത്ഥി ഹോസ്റ്റലിന്റെ മുകളിൽ വിമാനം പൂർണ്ണമായി തകർന്നു വീണു. ചുറ്റും തീ. എല്ലാം തീപിടിച്ചു. ആളുകൾ ഓടി. കരച്ചിലുകൾ, ബഹളങ്ങൾ. 241 പേരാണ് യാത്രയിൽ ഉണ്ടായിരുന്നത്. അതിൽ 240 പേരും മരിച്ചതായി സ്ഥിരീകരിച്ചു. 169 പേർ ഇന്ത്യക്കാർ ഉണ്ടായിരുന്നു. 53 പേർ ബ്രിട്ടീഷുകാരും. പോർച്ചുഗലിൽ നിന്ന് 7 പേരും കാനഡയിൽ നിന്ന് ഒരാളും ഉണ്ടായിരുന്നു. എല്ലാവരും ജീവിതവുമായി മുന്നോട്ടു പോകാൻ ഇറങ്ങിയവർ. പക്ഷേ യാത്ര തുടങ്ങിയത് കേവലം 33 സെക്കൻഡുകൾ മാത്രം. അഹമ്മദാബാദിലെ മെഗാനിൻ നഗരിലുള്ള BJ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ താമസിച്ചിരുന്ന ഹോസ്റ്റലിന് മുകളിലാണ് പതിച്ചത്. ഇതുവരെ ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം 241 പേർ മരിച്ചു. മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് ആകെ 269 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന്. അതിൽ 241 പേർ വിമാനത്തിൽ ഉള്ളിലായിരുന്നു. 28 പേർ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവരും. സംഭവ സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ പോലും അവിടെ ഒരു പക്ഷേ ആരെങ്കിലും ജീവനോടെ ഉണ്ടാകുമോ എന്ന് വിശ്വസിക്കാൻ കഴിയില്ലായിരുന്നു. എന്നാൽ ഒരു അത്ഭുതം സംഭവിച്ചു. വിശ്വാസകുമാർ രാജേഷ് എന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ യുവാവ് സീറ്റ് നമ്പർ 11A ഇരുന്ന അദ്ദേഹം ഗുരുതരമായ പരിക്കുകളോടെയാണ് അവിടെ നിന്നും പുറത്തു വരുന്നത്. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ അമ്പരപ്പ് വിശ്വാസിന്റെ കണ്ണുകളിൽ കാണാമായിരുന്നു. പേടിയും ദുഃഖവും നിറഞ്ഞിരുന്നു. വിശ്വാസകുമാർ പറഞ്ഞത്: പറന്നപ്പോൾ മാത്രം ഒരു ശബ്ദം കേട്ടു. പിന്നെ ഒരു ഭയങ്കരമായ അഗ്നിമേഖല. എന്റെ കൂട്ടുകാരൻ ബെജു എന്നെ കൈപിടിച്ചു. പക്ഷേ ഞാൻ മാത്രം പുറത്തു വന്നിരിക്കുന്നു. അവൻ പോയി. जब मेरा बेल्ट निकला, मैंने वो ट्राई किया जहाँ से निकल सकता वहाँ से, तो मैं निकल गया वहाँ से. मेरे नजरों के सामने एयर हॉस्टल और दूसरे आंटी अंकल सभी उसमें मिस हो गए थे सभी. എയർ ഇന്ത്യ സർക്കാർ വിവിധ രാജ്യങ്ങളിലെല്ലാം അനുശോചനങ്ങൾ അറിയിക്കുകയും ചെയ്തു. ഈ ഒരൊറ്റ കഥയിലൂടെ തന്നെ ഈ ദുരന്തത്തിന്റെ ഭീകരത നമുക്ക് അനുഭവിക്കാൻ കഴിയും. യാത്രയുടെ ആരംഭത്തിൽ തന്നെ 5 മിനിറ്റിനുള്ളിൽ വിമാനത്തിൽ മെയ്ഡേ കോൾ. എന്നാൽ ചോദിക്കേണ്ടത് ഇതാണ്: ഈ അപകടം എന്തുകൊണ്ട് സംഭവിച്ചു? എന്തൊക്കെ സാധ്യതകളാണ് ഈ ദുരന്തത്തിന് പിന്നിൽ ഉണ്ടായിരിക്കാം? ഇനി നമുക്ക് ഓരോ സാധ്യതയും വിശദമായി നോക്കാം. ഒന്നാമത്തെ കാര്യം,
ടെക്നിക്കൽ ഫെയിലിയർ ആയിരിക്കാം. ഇത് തന്നെ ഇപ്പോൾ പ്രാഥമിക നിഗമനമാണ്. ഒരു വിമാനം പറക്കുമ്പോൾ അതിന്റെ എല്ലാ സംവിധാനങ്ങളും എഞ്ചിൻ, ഫ്ലാപ്സ്, ഹൈഡ്രോളിക്സ്, ഇലക്ട്രിക്കൽ, ഇന്ധനം എന്നിവ സമർത്ഥമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. AI-171 എന്നത് ബോയിങ് 787-8 ഡ്രീം ലൈനർ ആയിരുന്നു ലോകത്തെ ഏറ്റവും മുന്നേറിയ ടെക്നോളജിയിലുള്ള വിമാനം. പക്ഷേ 12 വർഷം പഴക്കമുള്ള ഈ വിമാനത്തിന് തകർന്നുപോയ ഘടകങ്ങൾ, പ്രത്യേകിച്ച് എഞ്ചിൻ തകരാർ ഉണ്ടായിരിക്കാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. എഞ്ചിൻ തകരാറിനാൽ ടേക്ക് ഓഫ് സമയത്ത് ട്രസ്റ്റ് കുറയുകയും വിമാനം ഉയരാൻ കഴിയാതെ പൊളിഞ്ഞു വീഴുകയും ചെയ്യാം. ഹൈഡ്രോളിക് അല്ലെങ്കിൽ കൺട്രോൾ സിസ്റ്റം തകരാറാണ് രണ്ടാമതായി ഉള്ളത്. പൈലറ്റുകൾ വിമാനം നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ പ്രധാന സംവിധാനം ഹൈഡ്രോളിക് സിസ്റ്റമാണ്. ഇതിൽ ഫ്ലാപ്സ് അല്ലെങ്കിൽ ഡയറുകൾ, റഡാറുകൾ കൃത്യമായി പ്രവർത്തിച്ചില്ലെങ്കിൽ വിമാനം ടേക്ക് ഓഫ് സമയത്ത് തന്നെ താഴേക്ക് അടിയന്തരമായി വീഴാം. പ്രത്യേകിച്ച് ടേക്ക് ഓഫ് സമയത്ത് വെല്ലുവിളി നിറഞ്ഞ ഘട്ടമാണ്. അതിനാൽ പൈലറ്റുകൾക്ക് വിമാനം നിയന്ത്രിക്കാൻ പ്രയാസമായിരിക്കാം. മൂന്നാമത്തെ കാര്യമായി ഉള്ളത് എഞ്ചിന്റെ തീപിടുത്തമാണ്. മേഡേ കോൾ ഉടൻ വന്നത് എഞ്ചിൻ തീപിടിച്ചു എന്ന ആശയവുമാകാം. പലപ്പോഴും ടേക്ക് ഓഫ് സമയത്ത് പെട്ടെന്ന് ഫ്യൂവൽ ലീക്ക് ചെയ്താലോ മറ്റോ തീപിടുത്തം ഉണ്ടാകാം. വിമാനം ടേക്ക് ഓഫ് ചെയ്തിട്ട് കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തീപിടുത്തം നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും അതിനുശേഷം ഫ്ലൈറ്റ് കുലുങ്ങാൻ തുടങ്ങിയാൽ വലിയ ദുരന്തമാകും ഉണ്ടാവുക. അടുത്തതായി ഉള്ളത് പാരിസ്ഥിതിക കാരണങ്ങളാണ്. വിമാന അപകടങ്ങളിൽ പലപ്പോഴും കാലാവസ്ഥയുടെ പങ്ക് കാണാറുണ്ട്. പക്ഷേ ഈ ടേക്ക് ഓഫ് സമയത്ത് അഹമ്മദാബാദിൽ വലിയ മഴയോ ശക്തമായ കാറ്റോ ഉണ്ടായിരുന്നില്ല എന്നാണ് റഡാർ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ചിലപ്പോഴൊക്കെ ബാഡ് ഹിറ്റ്, അതായത് പക്ഷിയിടിയൽ പോലുള്ള അപകടങ്ങൾ ടേക്ക് ഓഫ് സമയത്ത് സംഭവിച്ചേക്കാം. അതുപോലെയുള്ള സംഭവങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അധികൃതർ. അഞ്ചാമതായി ഉള്ളത് പൈലറ്റിന്റെ തെറ്റാണ്. ഇപ്പോൾ പ്രാഥമികമായി പറയുന്നത് പൈലറ്റുമാരിൽ തെറ്റുണ്ടായിരിക്കാമെന്നല്ല, എങ്കിലും ചരിത്രത്തിൽ പല വലിയ അപകടങ്ങളും പൈലറ്റിന്റെ മാനുഷിക തെറ്റുകൾ കൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ ടേക്ക് ഓഫ് സമയത്ത് ഫ്ലാപ്പ് കൺഫിഗുറേഷൻ ശരിയല്ലായിരുന്നു എന്ന ഒരു സംശയമുണ്ട്. എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ ടേക്ക് ഓഫ് ആകുന്നതിന് മുമ്പ് ഫ്ലാപ്പുകൾ ശരിയായ സ്ഥിതിയിൽ ഇല്ലെങ്കിൽ ട്രസ്റ്റ് വർദ്ധിപ്പിച്ചാലും വിമാനം ഉയരില്ല. ക്യാപ്റ്റൻ 8200 മണിക്കൂർ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉള്ളയാളായിരുന്നു. അതിനാൽ വലിയ സാധ്യതയില്ലെങ്കിലും അതിർത്തി സമ്മർദ്ദം, പ്രയാസകരമായ ഇൻസ്ട്രുമെന്റ് എറർ, മാനവ പിഴവ് തുടങ്ങിയ സാധ്യതകൾ അന്വേഷണ വിധേയമാണ്. പിന്നെയുള്ളത് ഡിഫക്റ്റീവ് മെയിൻ്റനൻസ് ആണ്. ഒരു വിമാനം പറക്കുന്നതിന് മുൻപ് പ്രതിദിന പരിശോധനകൾ, ടെക്നിക്കൽ ചെക്കിങ്ങുകൾ നടത്തേണ്ടതുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എയർ ഇന്ത്യയുടെ മെയിൻ്റനൻസ് വിഭാഗം കുറച്ചിട്ടുണ്ട് എന്ന ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നിട്ടുണ്ട്. എഞ്ചിൻ അല്ലെങ്കിൽ മറ്റൊരു ഘടകത്തിൽ പഴയ ഏത് മാറ്റങ്ങൾ ശരിയായി നടത്തിയില്ലെങ്കിലും ഇത് അപകടത്തിന് വഴിവെക്കാം. ഏഴാമതായുള്ളത് ഹാർഡ്വെയർ ഡിസൈൻ ഫ്ലോട്ടുകളാണ്. ബോയിങ് 787 ഡ്രീം ലൈനറിന് മുൻകാലങ്ങളിൽ ബാറ്ററി തീപിടുത്തം, ഇലക്ട്രിക്കൽ സിസ്റ്റം പ്രോബ്ലംസ് പോലുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നിട്ടുണ്ട്. എങ്കിലും ഇതുവരെ ഇത്രയും വലിയ അപകടം 787 മോഡലിൽ നടന്നിട്ടില്ല. ഇത് ഭൂമിയിലെ ആദ്യ ഡ്രീം ലൈനർ അപകടമാകും. മറ്റു സാധ്യതകൾ നോക്കിയാൽ സൈബർ ഹാക്കിംഗ്, ഇന്ധന തകരാർ, അതായത് ഇന്ധന മലിനീകരണം, അനധികൃത ഡ്രോണുകൾ, പക്ഷികൾ ഇടിച്ചെങ്കിൽ ഇവയെല്ലാം അന്വേഷണ സംഘങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ DGCA, ബോയിങ്, FAA, UK AIB എന്നിവയുമായി ചേർന്ന് ബ്ലാക്ക് ബോക്സ് ഡാറ്റ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായാണ് ഇന്ത്യയിൽ ഈ തോതിൽ ഒരു ബോയിങ് 787 ഡ്രീം ലൈനർ ദുരന്തം. സത്യങ്ങൾ കുറച്ച് ദിവസങ്ങളിൽ പുറത്തുവരും. ആ നിമിഷം വരെ നമ്മുടെ മനസ്സിൽ മാത്രം ഒരേ ചോദ്യം, എന്താണ് സംഭവിച്ചത്? അടുത്തടുത്ത നാളുകളിൽ ഇത് മൂന്നാമത്തെ അപകടമാണ്. ആദ്യം MSC എൽസ 3 കൊച്ചി തീരത്തോടടുത്ത് മുങ്ങി. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. കാണാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ നൽകാം. അടുത്ത ദുരന്തമുണ്ടായത് ജൂൺ 9-നാണ്. സിംഗപ്പൂർ ഫ്ലാഗ് അടങ്ങിയ MV വാൻഹായ് 503 എന്ന ചരക്കു കപ്പലിലാണ് തീപിടുത്തം ഉണ്ടായത്. കണ്ണൂർ തീരത്തിന് സമീപം ഏകദേശം 40 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ ഈ കപ്പൽ യാത്ര ചെയ്യുകയായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. പെട്ടെന്നുള്ള ഒരു വലിയ സ്ഫോടന ശബ്ദം കേട്ടതോടെയാണ് തീ പടർന്നത്. ഇതിനുശേഷം തീ പെട്ടെന്ന് കപ്പൽ മുഴുവൻ വ്യാപിച്ചു. കപ്പലിൽ 157 കണ്ടെയ്നറുകൾ ഉണ്ട്. അതിൽ പലതിലും രാസപദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കപ്പലിൽ ഉണ്ടായിരുന്ന 27 അംഗ ജീവനക്കാരിൽ 18 പേരെ രക്ഷപ്പെടുത്തി. എന്നാൽ 4 ജീവനക്കാർ ഇപ്പോഴും കാണാതിരിക്കുകയാണ്. ഇവർക്കായി തിരച്ചിൽ തുടരുന്നു. ആകാശയാത്ര ഒരുപക്ഷെ മനുഷ്യന്റെ വലിയ സ്വപ്നങ്ങളിൽ ഒന്നാകാം. പക്ഷേ ചില യാത്രകൾക്കായി ആകാശം മരണത്തിന്റെ വാതിലായി തീരും.
ഇനി പറയാൻ പോകുന്നത് ഇന്ത്യയെ സാരമായി ചലിപ്പിച്ച രണ്ട് വലിയ വിമാന അപകടങ്ങളുടെ കഥയാണ്. 1990 ഫെബ്രുവരി 14 പ്രണയ ദിനമായിരുന്നു ആ ദിവസം. പക്ഷേ ബാംഗ്ലൂരു നഗരത്തിനാകട്ടെ അത് ദുഃഖദിനമായിരുന്നു. എയർ ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 605 എയർബസ് A320 വിമാനം മുംബൈയിൽ നിന്ന് പറന്ന് ബാംഗ്ലൂരിലേക്ക് എത്തി. പക്ഷേ ലാൻഡിംഗ് സമയത്ത് വലിയൊരു പിശക്. വിമാനം റൺവേയുടെ തുടക്കത്തിൽ തന്നെ വീണു. നിയന്ത്രണം നഷ്ടപ്പെട്ട വിമാനം റൺവേ കടന്ന് ഒരു മതിലും ചാടി പാടത്തിന്റെ മുകളിൽ തകർന്നു. 92 പേർ മരിച്ച ആ അപകടത്തിൽ ആ എയർബസ് 3 പിളർന്നിരുന്നു. പൈലറ്റിന്റെ ലാൻഡിംഗ് പിശകാണ് ആ ദുരന്തത്തിന് കാരണം. യാത്രക്കാരുടെ കൂട്ടക്കരിച്ചിലുകൾ, അഗ്നിജ്വാല, രക്ഷാപ്രവർത്തകരുടെ ശബ്ദങ്ങൾ എല്ലാം അതൊരു നിഗൂഢ ഭീതിയായി മാറി. ഇന്ത്യയുടെ വിമാന ചരിത്രത്തിൽ വലിയൊരു എയർബസ് അപകടമായി ഇത് രേഖപ്പെടുത്തപ്പെട്ടു. 2010 മെയ് 22 ദുബായിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് വന്ന ഒരു സ്വപ്നയാത്ര ഹൃദയഭേദകമായ ഒരു ദുരന്തമായി മാറി. എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് 812 ബോയിങ് 737 വിമാനം ലാൻഡിംഗ് ചെയ്തപ്പോൾ ടേബിൾ ടോപ്പ് റൺവേയുടെ അതിരുകൾ കടന്നുപോയി പടിഞ്ഞാറേക്ക് താഴേക്ക് വീണു. അത് കുഴിയിൽ തകർന്ന് തീപിടിച്ചു. ആ തീയിൽ മുങ്ങിപ്പോയത് 158 നിർദോഷ ജീവനുകളാണ്. പൈലറ്റിന്റെ ലാൻഡിംഗ് പിശകായിരുന്നു ആ അപകടത്തിന്റെയും പ്രധാന കാരണം. 8 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. രക്ഷപ്പെട്ടവരിൽ ചിലർ പറഞ്ഞത്, ഒരു കനൽ തിളക്കം കണ്ടു, പിന്നെ തീ പടർന്നു, ഒടുവിൽ ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു. അത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിമാന അപകടങ്ങളിൽ ഒന്നായി മാറി. ഈ വിമാന അപകടങ്ങളിൽ അനേക കുടുംബങ്ങൾ നിമിഷങ്ങൾക്കകം തകർന്നുപോയി. സ്വപ്നങ്ങൾ എറിഞ്ഞുപോയി. പിതാവിനെയും മാതാവിനെയും കുട്ടികളെയും ഒരുമിച്ച് നമുക്ക് നഷ്ടമായി. ഇന്ത്യൻ വിമാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുഃഖം നിറഞ്ഞ ഏതാനും ദിവസങ്ങൾ. ഇത് കേൾക്കുന്ന നമ്മൾക്ക് എത്രമേലും ആശ്ചര്യവും ഭീതിയും തോന്നാം. പക്ഷേ ഓരോ അപകടവും നമ്മെ കൂടുതൽ സുരക്ഷിതമായ വ്യോമയാന സംവിധാനത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് ഇന്ത്യ എന്താണ് പഠിച്ചത്? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.